ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. ബജ്ജിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതൊരു 3 ടൈപ്സ് ഓഫ് ബജ്ജിയാണ് ഞാൻ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ എഗ്ഗ് വെച്ചിട്ടും ചെയ്യുന്നുണ്ട്, അതുപോലെ പൊട്ടറ്റോയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പൊട്ടറ്റോ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊട്ടറ്റോ എടുക്കാത്തത്. പിന്നെ എഗ്ഗും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒണിയനും ബജ്ജിമുളകുമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കായ് എടുത്തിട്ടുണ്ട്. കായ് എന്ന് പറയുന്നത് ഓരോ നാട്ടിലും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ പച്ചക്കായ്, വാഴക്കായ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ പച്ചക്കായ് എന്നാണ് പറയുന്നത്. അത് കറയായതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ അരഞ്ഞിട്ടിരിക്കുക കേട്ടോ, അതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒണിയൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴത്തേക്കും അതിൻ്റെ ലെയർ ഇങ്ങനെ വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. നോക്കി കറക്റ്റ് റൗണ്ടിന് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലെയേഴ്സ് ഒന്നും കട്ട് ചെയ്ത് വരാറില്ല കേട്ടോ. ഇപ്പോൾ എനിക്ക് 1-2 കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ ബജ്ജിമുളക് 2ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഫ്രൈ ആക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ബജ്ജിമുളകിലെ ഈ സീഡ് ഫുള്ള് ഞാൻ എടുത്ത് മാറ്റും കേട്ടോ. സീഡ് മാറ്റിയാൽ മാത്രമേ കുട്ടികൾ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ കുട്ടികൾ കഴിക്കാറില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ 2ആയിട്ടാണ് ഫ്രൈ ചെയ്യൽ. ഈ ഒന്നായിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മൾ കടിക്കുന്ന ടൈമിന്. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, ക്രിസ്പി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ നോക്കാം. ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടി നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അധികം വെള്ളം വരുവാണെങ്കിൽ നമുക്കത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോമ്പിൻ്റെ ഒരു ടൈമാണല്ലോ, അപ്പോൾ എപ്പോഴും സമൂസ, ബജ്ജികൾ അങ്ങനെയൊക്കെ ആണല്ലോ. അപ്പം ബജ്ജി ഉണ്ടാക്കാനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ആവശ്യത്തിന് കടലപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അരിപ്പൊടി. ഈ അരിപ്പൊടി ചേർത്ത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നുണ്ട്. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പിനെസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ ബേക്കിംഗ് സോഡയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി കായപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. കായപ്പൊടിയും ഒരുപാട് ചേർക്കണ്ട, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിലവർക്ക് കായപ്പൊടിയുടെ മണം ഇഷ്ടമല്ല, അപ്പോൾ അതിനനുസരിച്ച് കായപ്പൊടി ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സോൾട്ടാണ് കേട്ടോ. എനിക്കിതിൽ കാശ്മീരി ചില്ലി പൗഡർ എനിക്ക് ഇട്ട് കൊടുക്കാനായിട്ടങ്ങ് മറന്നുപോയി. ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇത് മുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ എന്ന്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേ. പിന്നെ ഞാൻ ഇതിലേക്ക് കാശ്മീരി ചില്ലിയാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചത് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി ആയിരുന്നു. ഞാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചപ്പോൾ അത് ലൂസ് കൺസിസ്റ്റൻസി ആയിപ്പോയി. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കടലപ്പൊടിയും കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് തിക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് തിക്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ബജിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ നെക്സ്റ്റായിട്ട് ചെയ്യുന്നത് ഇതുപോലൊരു ചീനച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഫ്രൈഡ് ഐറ്റംസിന് സൺഫ്ലവർ ഓയിലാണ് യൂസ് ആക്കൽ. ഇപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയത് ഇന്നലെ സമൂസ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ് കേട്ടോ. എടുക്കാൻ പാടില്ല എങ്കിലും ഇവിടെ ഞാൻ എടുക്കാറുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ചൂടായി വരണം കേട്ടോ. ചൂടായി വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് മാവ് ഇട്ടിച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഫ്രൈ ആയിട്ട് പൊങ്ങി വരും. അതാണ് അതിൻ്റെ ഒരു എണ്ണ ചൂടായി എന്നുള്ള അതിൻ്റെ ഒരു പരുവം. ഇനി നമുക്ക് ബാറ്ററിൽ ഒരു സവോളയാണ് ഞാൻ ഫസ്റ്റ് ഫ്രൈ ചെയ്യുന്നത്. അത് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കാൻ വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് പുറത്ത് പോയിട്ട് ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വേറെയും കുറച്ച് ഫ്രൂട്ട് കട്ടിങ്ങും ജ്യൂസ് അടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു 3 സവോള, പിന്നെ 3 ബജ്ജിമുളക്, 3 കായ് വറുത്തത്, അപ്പോൾ അത് മാത്രമാണ് ഞാനിവിടെ കാണിച്ചിട്ട് പെട്ടെന്ന് പോവാം കേട്ടോ. അതിനുശേഷം പിന്നെ ഉമ്മയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇതിലും അതുപോലെ പച്ചക്കായ് ബജ്ജി ഉണ്ടാക്കുന്നത് എനിക്കിനകത്ത് കാണിക്കാൻ, അതായത് അത് എടുത്ത് കാണിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബജ്ജിമുളക് ചെയ്തിട്ട് ക്യാമറ ഓണാക്കി വെച്ചിട്ടങ്ങ് ഞാൻ പോയി കേട്ടോ. അപ്പോൾ ഉമ്മയാണ് പിന്നെ ചെയ്തത്. ഇതിപ്പോൾ ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ബജ്ജിമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബജ്ജിമുളക് ഇങ്ങനെ 2ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും.
നല്ല ടേസ്റ്റുമായിട്ട് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ്ട് ഇത് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അതെടുത്ത് നമുക്ക് കോരി മാറ്റി വെക്കാം കേട്ടോ. മക്കൾക്ക് എഗ്ഗിൻ്റെ ബജി ഇഷ്ടമാണ്, പക്ഷേ ഇവിടെ എഗ്ഗ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് കരുതിയത്. ഇനിയിപ്പോൾ ഇത് കണ്ട ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പച്ചക്കായ് ബജിക്ക് കുറച്ച് വേവ് കൂടുതലാണ്, മറ്റേ മുളകും ഒണിയനും പോലെയല്ല, അതിന് കുറച്ച് വേവ് കൂടുതലാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നത് ഉമ്മയാട്ടോ. ഉമ്മ ഇതിനകത്ത് പച്ചക്കായ് ഇട്ടിട്ടുണ്ട്, അത് ഫ്രൈ ആക്കി ഉമ്മയാണ് എടുത്ത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വന്നതാണ്. ഇപ്പോൾ അതാണ്ട് നല്ല അടിപൊളി ബജി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ബേക്കിംഗ് സോഡ ഇട്ടതുകൊണ്ട് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പഫി ആയിട്ട് ഇരുന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ. ആകെ ഉണ്ടാക്കിയിട്ടുള്ളത് ബജിയാണ്, വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു സ്പെഷ്യൽ ജ്യൂസായിരുന്നു. ഇതിൽ ഞാൻ വാട്ടർമെലണും ഗ്രേപ്സും കൂടി ഇട്ടിട്ടാണ് ജ്യൂസ് ഒഴിച്ചത്. പിന്നെ അതിലേക്ക് ഞാനൊരു ലെമണ് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ജ്യൂസ്. ഇത് പിന്നെ എൻ്റെ മോളുടെ ഒരു സ്പെഷ്യൽ ഫേവറേറ്റ് ഐറ്റമാണ് കേട്ടോ. ഈ ഡേറ്റ്സിൽ ഈ ഫ്രഷ് ക്രീമും മുക്കി ഇങ്ങനെ കഴിക്കുക എന്നുള്ളത്. അപ്പോൾ പുറത്ത് ഗൾഫിലൊക്കെ അവിടെ എല്ലാവരും കഴിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പക്ഷെ അവിടുത്തെ അത്രയും ടേസ്റ്റ് ഇവിടെ കിട്ടാറില്ല. അപ്പോൾ തൽക്കാലം മോളിങ്ങനെ പറയുന്നത് കൊണ്ട് ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു ഫ്രഷ് ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രത്യേകം കൊടുക്കുന്നതാണ്. മോൾക്ക് ഇതുണ്ടെങ്കിൽ പിന്നെ വേറൊന്നും കഴിക്കാൻ പോലും ഒരു താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഐറ്റങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ നമുക്കൊന്നും കൂടി ഒന്ന് ബജിയുടെ ഒന്ന് കണ്ടേക്കാം. കാരണം എത്ര നന്നായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ